प्यारी हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी. പ്രിയ കുട്ടികളെ, മേരി പ്യാരി ഹിന്ദി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഹാച്ചി കഥ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ആ കഥയിലെ ക്വസ്റ്റ്യൻ ആൻസറുകളും വേർഡ് മീനിങ്ങും ആയിട്ടാണ്. ആദ്യം നമുക്ക് വേർഡ് മീനിങ് ഒന്ന് നോക്കാം. നിങ്ങൾ പുസ്തകത്തിലുണ്ട്. ടു സ്ട്രോൾ, നടക്കുക എന്നാണ്. സാവകാശം നടക്കുക. കുത്തേക്കാപ്പില്ല, പപ്പി, നായയുടെ കുഞ്ഞ്. അഗീത്ത എന്ന് പറയുന്നത് വലിയ ആകൃതിയുള്ള ഒരു ജാപ്പനീസ് നായയാണ്. നസ്ല്, ബ്രീഡ്, വംശം. സാൻഡാർ, സ്പ്ലെൻഡിഡ്, എക്സലന്റ്, മികച്ചത്. പട്ട, ബെൽറ്റ്. മസ്ബൂർ, ഹെൽപ്ലെസ്, വിവശ. ഭാഗ്യക്കമാര, അൺലക്കി, ഭാഗ്യഹീനൻ. തൈക്കിയ, ഡിസൈഡഡ്, നിർണയിച്ചു. സംഘ് സാഥ്, ടുഗദർ, ഒരുമിച്ച്. ലഗാവ്, അറ്റാച്ച്മെന്റ്. ദിൽ പിഘൽ ഗയ, ഫെൽറ്റ് പിറ്റി, മനസ്സിൽ ദയ തോന്നി. അജീബ്, സ്ട്രേഞ്ച്, വിചിത്രം. രാജി, വില്ലിംഗ്, സമ്മതം. ഖുദ്, വൺസെൽഫ്, സ്വന്തം, സ്വയം. ഇന്തസാർ, വെയിറ്റിംഗ്, പ്രതീക്ഷ. പൈതൽ ഘർ ലൗട്ട, റിട്ടേൺ ഹോം ഓൺ ഫുട്ട്, നടന്ന് വീട്ടിലേക്ക് വന്നു. സിൽസില, സീരിയസ്, ക്രമം. സിൽസില ബൻ ഗയ, ബിക്കം എ ഹാബിറ്റ്, പതിവായി മാറി. സാത്ത് സാത്ത്, അലോങ് സൈഡ്, ടുഗദർ, ഒരുമിച്ച്. ഉച്ചലത്തെ പുലർത്തെ, എക്സൈറ്റഡ്, ഉല്ലസിച്ചു. ദേർ ഹോ ഗയി, ഗോലൈറ്റ്, വൈകി. നിധൻ, മൃത്യു, മരണം. ദറസൽ, ആക്ച്വലി, വാസ്തവത്തിൽ. പരിജൻ, ഫാമിലി, കുടുംബാംഗങ്ങൾ. ജബരൻ, ഫോഴ്സ്ഫുള്ളി, ബലപൂർവം. ഉച്ചക്, ഉച്ചക്കർ, ജമ്പിങ് റിപ്പീറ്റഡ്ലി, കുതിച്ചു ചാടുന്നത്. ആസ്പാസ്, നിയർ ബൈ, ചുറ്റിലും. യാർഡ്, മുറ്റം. ബർഫ്, സ്നോ. ഫർക്ക്, ഡിഫറൻസ്, വ്യത്യാസം. മൂക്ക്, സൈലന്റ്, മൗനം. ഖബ്ർ, ഗ്രേവ്, ശവക്കുഴി. അചരജ്, സർപ്രൈസ്, ആശ്ചര്യം. ദം തോട് ദിയ, പാസ്ഡ് അവേ, വിട പറഞ്ഞു. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. പിന്നേക്കോ ഭാഗ്യക്കമാര ക്യോം കഹാ ഗയാ ഹെ, എന്തുകൊണ്ടാണ് ആ നായ്ക്കുട്ടിയെ നിർഭാഗ്യവാൻ എന്ന് വിളിച്ചത്? നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. ഹാച്ചി കാ അർത്ഥ ആഠ് ഹോത്താ ഹെ ഓർ ജപ്പാൻ മേൻ ഇസ സംഖ്യ ബഹുത് ഭാഗ്യശാലി മാനി ജാത്തി ഹെ. ഹാച്ചി എന്ന വാക്കിന്റെ അർത്ഥം 8 എന്നാണ്. ജപ്പാനിൽ ഈ സംഖ്യ വളരെ ഭാഗ്യമുള്ള ഒരു നമ്പറായി കരുതപ്പെടുന്നു. हालांकि एक भाग्यशाली अर्थ वाला कुत्ता हाची एक ऐसी दयनीय हालत में था कि लोग उसे भाग्य का मारा कहने लगा. പക്ഷേ ഈ ഭാഗ്യം എന്നർത്ഥമുള്ള നായ ഹാച്ചി അവൻ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് ആൾക്കാർ അവനെ നിർഭാഗ്യവാൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഉസെ അപ്നെ മാലിക്കിനെ ചോദിയ, എന്തൊക്കെയായിരുന്നു അവന്റെ ദയനീയ അവസ്ഥകള്? അവന്റെ ഉടമസ്ഥൻ ഉപേക്ഷിച്ചു. ഓർ വഹ അകേല ഭടക് രഹാത്ത, അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ആരുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു. ജിസ്സെ ഉസ്കി അച്ഛി നസ്ല് और ഭാഗ്യശാലി നാം കാ കോയി ഫായദ നഹീ ദിഖ് രഹാത്ത. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ അവന്റെ ആ നല്ല ഇനമാണ് അല്ലെ, ആ നല്ല ഇനം എന്നുള്ള മേന്മയോ അല്ലെങ്കിൽ അവന്റെ ഭാഗ്യമുള്ള പേര് കൊണ്ടോ അവന് യാതൊരു നേട്ടവും ഉണ്ടായില്ല. इसलिए एक अच्छे नाम और नस्ल के बावजूद उसकी दयनीय स्थिति के कारण उसे भाग्य का मारा कहा गया. അതുകൊണ്ട് ഒരു നല്ല പേരും നല്ല വംശവും അവനുണ്ടായിട്ടും അവന്റെ ദയനീയ സ്ഥിതി കാരണം കൊണ്ടാണ് ആൾക്കാര് അവനെ നിർഭാഗ്യവാൻ എന്ന് വിളിച്ചത്. അല്പം വലുതാണ് ചോദ്യം. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആദ്യത്തെ സെന്റൻസും അവസാനത്തെ സെന്റൻസും മാത്രം പഠിച്ചാൽ മതി. അതായത് ഹാച്ചിക്ക ആഠ് ഹോത്താ ഹെ और जापान में यह संख्या बहुत भाग्यशाली मानी जाती है. അതിനുശേഷം एक अच्छे नाम और नस्ल के बावजूद हाची की दयनीय स्थिति के कारण उसे भाग्य का मारा कहा गया है. इसलिए അങ്ങ് ഉപേക്ഷിച്ചാൽ മതി. ഒരു നല്ല പേരും ഒരു നല്ല വംശത്തിൽ അവൻ ജനിച്ചിട്ടും അവന്റെ ദയനീയ സ്ഥിതി കാരണമാണ് ആൾക്കാർ അവനെ നിർഭാഗ്യവാൻ എന്ന് വിളിച്ചത്. ഈ 2 സെന്റൻസ് കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആൻസർ എഴുതാവുന്നതാണ്. പക്ഷെ കൂടുതൽ പഠിക്കാൻ പറ്റുന്നവര് ഇത് മുഴുവനായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ആശയം കൂടുതൽ മനസ്സിലാകുന്നതിന് വേണ്ടി ഞാനത് മലയാളത്തിലും കൂടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്കതൊന്ന് വായിച്ചു നോക്കാം.
ഹാച്ചി എന്ന വാക്കിന് 8 എന്നാണ് അർത്ഥം. ജപ്പാനിൽ ഈ സംഖ്യ വളരെ ഭാഗ്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും ഈ ഭാഗ്യമുള്ള പേരുള്ള നായ ഹാച്ചി വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നതിനാൽ പ്രൊഫസർ യുഎനോ അതിനെ വിധിക്കിരയായവൻ, അതായത് നിർഭാഗ്യവാൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അതിനെ ഉടമ ഉപേക്ഷിക്കുകയും അത് ഒറ്റയ്ക്ക് അലഞ്ഞു തിരികുകയുമായിരുന്നു. അതുകൊണ്ട് അതിന്റെ നല്ല ഇനത്തിനോ ഭാഗ്യമുള്ള പേരിനോ ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. അതിനാൽ നല്ല പേരും ഇനവും ഉണ്ടായിരുന്നിട്ടും അതിന്റെ ദയനീയ അവസ്ഥ കാരണം അതിനെ വിധിക്കിരയായവൻ അല്ലെങ്കിൽ നിർഭാഗ്യവാൻ എന്ന് വിളിച്ചു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. പ്രൊഫസർ കെ പരിജൻ ഹാച്ചിക്കോ ജബരൻ ഘർ ലേ ഗയേ ക്യോം? പ്രൊഫസറിന്റെ കുടുംബാംഗങ്ങൾ ഹാച്ചിയെ നിർബന്ധപൂർവ്വം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇത് എന്നത്തെ സംഭവമാണ്? പ്രൊഫസർ ഓഫീസിൽ മരിച്ച ആ ദിവസം പ്രൊഫസർ മരിച്ചതറിയാതെ ഹാച്ചി റെയിൽവേ സ്റ്റേഷനിൽ ഒത്തിരി രാത്രിയാവോളം പ്രൊഫസറെ നോക്കിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ സമയത്താണ് പ്രൊഫസറിന്റെ കുടുംബാംഗങ്ങളെ നിർബന്ധിച്ച് അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. നമുക്ക് ആൻസർ നോക്കാം. പ്രൊഫസർ കെ ഓഫീസ് മേൻ ദിൽ കാ ദൗര പഠനേ സേ മൃത്യു ഹോ ഗയി. പ്രൊഫസറിന്റെ ഓഫീസിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരണം സംഭവിച്ചു. ഹാച്ചിക്കോ ഇക് ബാത് നഹീ പതാ थी. ഹാച്ചിക്ക് ഇക്കാര്യം അറിയത്തില്ല. ഓർ ഓ സ്റ്റേഷൻ पर പ്രൊഫസർ का इंतजार करता रहता था. അവൻ ഇതൊന്നും അറിയാതെ സ്റ്റേഷനിൽ പ്രൊഫസറിനെ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇസ്ലിയെ പരിവാറിനെ ഹാച്ചിക്കോ ജബരൻ ഘർ ലേ ഗയേ. അതുകൊണ്ടാണ് കുടുംബാംഗങ്ങളെ ഹാച്ചിയെ നിർബന്ധപൂർവ്വം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. താക്കി ഓ വഹാ ഇന്തസാർ ന കരേ. അതായത് അവനിനി അവിടെ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് അവർക്കറിയാമല്ലോ. അതാണ് അവനെ കൂട്ടിക്കൊണ്ടുവരാൻ കാരണം. മലയാളത്തിൽ കൂടെ ഞാൻ തന്നിട്ടുണ്ട്. പ്രൊഫസറുടെ ബന്ധുക്കൾ ഹാച്ചിയെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്തുകൊണ്ട്? പ്രൊഫസർക്ക് ഓഫീസിൽ വെച്ച് ഹൃദയാഘാതം വന്ന് മരണം സംഭവിച്ചു. ഹാച്ചിക്ക് ഈ വിവരം അറിയില്ലായിരുന്നു. അത് സ്റ്റേഷനിൽ പ്രൊഫസറെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അത് അവിടെ കാത്തു നിൽക്കാതിരിക്കാനാണ് കുടുംബം ഹാച്ചിയെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സർദി, ഗർമി, ബർസാത്ത്, ബർഫ്, ഹാത്തി കോ ഇൻ സബ്സെ കോയി ഫർക്ക് നഹീ പടാ. ഇസസെ ക്യാ താൽപര്യ ഹൈ? അവസാന ഭാഗമാണ് അല്ലെ. പ്രൊഫസറെ കാലാകാലങ്ങളായിട്ട് ഹാച്ചി കാത്തിരുന്നു. ആ സമയത്ത് പല കാലാവസ്ഥകളും മാറി വന്നെങ്കിലും അവനെ കാത്തിരിപ്പ് ഉപേക്ഷിച്ചില്ല. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സർദി, ഗർമി, ബർസാത്ത്, ബർഫ്. തണുപ്പ്, ചൂട്, മഴ, മഞ്ഞ്. ഹാത്തിക്കോ ഇൻ സബ്സെ കോയി ഫർക്ക് നഹീ പടാ. ഹാത്തിക്ക് ഇതൊന്നും അവനെ ബാധിച്ചില്ല. ഇതെല്ലാം ഇത് തമ്മിൽ ഒരു വ്യത്യാസം തോന്നിയില്ല. ഇസസെ ക്യാ താൽപര്യ ഹൈ? ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? इस वाक्य का तात्पर्य है कि ഹാച്ചി अपने പ്രൊഫസർ के प्रति അത്യന്ത വഫാദാർ था. ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഹാച്ചി അവന്റെ പ്രൊഫസറിനോട് അങ്ങേറ്റം വിശ്വസ്തതയുള്ളവനായിരുന്നു. चाहे कितनी भी ठंड हो, गर्मी हो, बारिश हो या बर्फ गिरे, उसने प्रोफेसर का इंतजार करना नहीं छोड़ा. എത്ര കണ്ട് തണുപ്പാകട്ടെ, ചൂടാകട്ടെ, അല്ലെങ്കിൽ മഴ പെയ്യട്ടെ, മഞ്ഞ് പെയ്യട്ടെ, അവൻ പ്രൊഫസറിനെ പ്രതീക്ഷിച്ചുള്ള ആ ഇരിപ്പ് ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ഇൻ കടോർ മൗസമിനെ ഉസ്കി പ്രതീക്ഷ പർ കോയി അസർ നഹി ഡാല. ഈ കഠിനമായ കാലാവസ്ഥകൾ അവന്റെ പ്രതീക്ഷയിൽ യാതൊരു മങ്ങലും വരുത്തിയില്ല. ഉസ്കി അപ്നെ മാലിക് കെ പ്രതി ദൃഢത और अटूट समर्पण को दर्शाता है. ഇത് അവന്റെ ഉടമസ്ഥനുള്ള ആ ദൃഢവും അതുപോലെ ഒരിക്കലും നശിക്കാത്തതുമായ ആ ഒരു സമർപ്പണ മനോഭാവം അതാണ് കാണിക്കുന്നത്. മലയാളത്തിലും കൂടെ ഞാനത് തന്നിട്ടുണ്ട്. തണുപ്പ്, ചൂട്, മഴ, മഞ്ഞ് എന്നിവയൊന്നും ഹാച്ചിയെ ബാധിച്ചില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ വാക്യത്തിന്റെ അർത്ഥം ഹാച്ചി പ്രൊഫസറോട് അങ്ങേറ്റം വിശ്വസ്തനായിരുന്നു എന്നാണ്. എത്ര തണുപ്പായാലും ചൂടായാലും മഴയായാലും മഞ്ഞ് വീഴുകയാണെങ്കിലും അത് പ്രൊഫസറെ കാത്തിരിക്കുന്നത് നിർത്തിയില്ല. ഈ കഠിനമായ കാലാവസ്ഥകൾ അതിന്റെ കാത്തിരിപ്പിനെ ഒരു തരത്തിലും ബാധിച്ചില്ല. ഇത് ഹാച്ചിയുടെ ഉടമസ്ഥനോടുള്ള ദൃഢമായ ഭക്തിയും അചഞ്ചലമായ സമർപ്പണവുമാണ് കാണിക്കുന്നത്. ഹാച്ചിക്ക് സ്മൃതി മേം സ്റ്റേഷൻ കെ ബാഹർ ഉസ്കി പ്രതിമ സ്ഥാപിത ഹേ വിചാർ കരെ. ഹാച്ചിയുടെ ഓർമ്മയ്ക്കായിട്ട് സ്റ്റേഷന് പുറത്ത് അവന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഹാച്ചിക്ക് അത്ഭുത വഫാദാരി और अपने मालिक के प्रति अटूट प्रेम को याद रखने के लिए उसकी प्रतिमा स्थापित की गई है. ഹാച്ചിയുടെ ആ അത്ഭുതകരമായ വിശ്വസ്തതയും അവന്റെ യജമാനനോടുള്ള ആ ഒരിക്കലും നശിക്കാത്ത ആ സ്നേഹവും ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അവന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. പ്രതിമ അസാധാരണ ജാൻവർ കെ ധൈര്യ ഓർ സമർപ്പൺ കാ പ്രതീക ഹേ. ഈ പ്രതിമ എന്തിന്റെ പ്രതീകമാണ്? ആ അസാധാരണ മൃഗത്തിന്റെ, അസാധാരണ സ്വഭാവമുള്ള ഈ മൃഗത്തിന്റെ ധൈര്യവും അതിന്റെ സമർപ്പണ മനോഭാവത്തിന്റെയും പ്രതീകമാണ്.
ജിസ്നെ വർഷവും അപ്പനെ മാലിക് ഇന്തസാർ കിയ, അവൻ വർഷങ്ങളോളം അവന്റെ ഉടമസ്ഥനെ പ്രതീക്ഷിച്ചിരുന്നു. ലോകോങ്കോ പ്രേം വഫാദാരി അവർ ദൃഢതാക്ക സന്ദേശത്തേക്ക്. ഈ പ്രതിമ സ്ഥാപിച്ചതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഇത് ആൾക്കാരെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അതുപോലെ ദൃഢതയുടെയും സന്ദേശമാണ് ആൾക്കാരിലേക്ക് പകർന്നു നൽകുന്നത്. ഇസ് പ്രകാർ യഹ് പ്രതിമ ഹാച്ചിക്ക് അവസ്മരണീയ സ്മൃതിക്കോ ജീവിത രക്തിഹേ. ഇങ്ങനെ ഈ പ്രതിമ ഹാച്ചിയുടെ ആ അവിസ്മരണീയമായ ഓർമ്മയാണ് നമ്മളിൽ അവശേഷിപ്പിക്കുന്നത്. ഓർ ആനവാലി പീഡിയോങ്കോ പ്രേരിത കർത്തേഹേ എന്ന് മാത്രമല്ല, ഈ ഓർമ്മ അവശേഷിപ്പിക്കുന്നത് മാത്രമല്ല, വരും തലമുറയെ ഈ പ്രതിമ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പ്രേരിത കർത്തേഹേ, അവർക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്താണ് പറയുക, നല്ലത് ചെയ്യാനുള്ള അല്ലെങ്കിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കാനുള്ള ഒരു പ്രേരണ നൽകുകയും ചെയ്യുന്നു. ഇതിന്റെ മലയാളം കൂടെ ഞാൻ തന്നിട്ടുണ്ട്. ഹാച്ചിയുടെ ഓർമ്മയ്ക്കായി സ്റ്റേഷന് പുറത്ത് അവന്റെ പ്രതിമ സ്ഥാപിച്ചു. ഇതിനെ കുറിച്ച് അഭിപ്രായം പറയുക. ഹാച്ചിയുടെ അത്ഭുതകരമായ വിശ്വസ്തതയും യജമാനനോടുള്ള അചഞ്ചലമായ സ്നേഹവും ഓർക്കാൻ വേണ്ടിയാണ് അവന്റെ പ്രതിമ സ്ഥാപിച്ചത്. വർഷങ്ങളോളം തന്റെ യജമാനെ കാത്തിരുന്ന ഒരു അസാധാരണ ജീവിയുടെ ക്ഷമയുടെയും സമർപ്പണത്തിന്റെയും പ്രതീകമാണ് ഈ പ്രതിമ. ഇത് ആളുകൾക്ക് സ്നേഹം, വിശ്വസ്തത, ദൃഢത എന്നിവയുടെ സന്ദേശം നൽകുന്നു. ഇങ്ങനെ ഈ പ്രതിമ ഹാച്ചിയുടെ ഓർമ്മ നിലനിർത്തുകയും വരും തലമുറകൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം, മരേ ഹുയെ ഹാച്ചിക്ക് കുലി ആങ്കോങ്കോ ജൈസെ അബുഹി ഇന്ദസാർ ഥ, വിചാർ കരെ. മരിച്ചു കിടന്നിരുന്ന ഹാച്ചിയുടെ കണ്ണുകൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഹാച്ചി प्रोफेसर यूएनए का 10 साल तक एक ही जगह बैठकर इंतजार करता रहा. ഹാച്ചി प्रोफेसर यूएनएയോ 10 വർഷം വരെ ഒരേ സ്ഥലത്തിരുന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. कोई भी मौसम का असर उस पर नहीं पड़ा. ഒരു കാലാവസ്ഥയും അവനെ ബാധിച്ചില്ല. ബൂട്ടാ ഹോക്കർ एक दिन वह मर गया. അങ്ങനെ വാർദ്ധക്യം ബാധിച്ച് ഒരു ദിവസം അവൻ മരിച്ചു. മറത്തെ സമയത്ത് ഉസ്കി ആംഖേം കുലീത്തി. മരിക്കുന്ന സമയത്ത് പോലും അവന്റെ കണ്ണുകൾ തുറന്നാണ് ഇരുന്നത്. മന ഉസ്മെ അബുഹി പ്രൊഫസർക്ക് പ്രതീക്ഷാഹോ. അത് കണ്ടാൽ തോന്നും ഇപ്പോഴും ആ കണ്ണുകളിൽ പ്രൊഫസറിനെ കുറിച്ചുള്ള പ്രതീക്ഷ ഉണ്ട്. യഹ ഉസ്കി വഫാദാരി ഓർ പ്രൊഫസർക്ക് പ്രതി അട്ടൂട്ട് പ്രേം കാ സാക്ഷി ഹേ. ഇത് അവന്റെ വിശ്വസ്തതയുടെയും പ്രൊഫസറോടുള്ള അവന്റെ അദമ്യമായ സ്നേഹത്തിന്റെയും തെളിവാണ്. ഇതിന്റെ മലയാളം കൂടെ ഞാൻ തന്നിട്ടുണ്ട്. ഹാച്ചി പ്രൊഫസർ യുഎനോയെ 10 വർഷത്തോളം ഒരേ സ്ഥലത്ത് കാത്തിരുന്നു. ഒരു കാലാവസ്ഥയും അവനെ ബാധിച്ചില്ല. വാർദ്ധക്യം കാരണം ഒരു ദിവസം അവൻ മരിച്ചു. മരിക്കുമ്പോൾ പോലും അവന്റെ കണ്ണുകൾ തുറന്നിരുന്നു. അവയിൽ ഇപ്പോഴും പ്രൊഫസറെ കാത്തിരിക്കുന്നതായി തോന്നുന്നു. ഇത് അവന്റെ വിശ്വസ്തതയുടെയും പ്രൊഫസറോടുള്ള അചഞ്ചലമായ സ്നേഹത്തിന്റെയും സാക്ഷ്യമാണ്. കുട്ടികളെ, പാഠപുസ്തകത്തിലെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പുസ്തകത്തിലെ എക്സർസൈസ് ഭാഗങ്ങളിലേക്ക് വരികയാണ്. അതിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഘടനാവോങ്കോ ക്രമാനുസാർ ചിത്രോങ്കോ നമ്പർ ദേ അവർ പ്രസംഗാനുകൂൽ വാക്യ ചുങ്കർ ലിഖേ. കുറച്ച് ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആ ചിത്രങ്ങളെ ഈ കഥയിലെ സംഭവങ്ങളുടെ നമ്പർ അനുസരിച്ച് എഴുതുക. അതായത് ഏത് കാര്യമാണ് ആദ്യം നടന്നത്, ഏത് രണ്ടാമത്, ഏത് മൂന്നാമത്, ആ ക്രമത്തില് ഈ ചിത്രങ്ങൾക്ക് നിങ്ങൾ നമ്പർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം താഴെ കുറെ വാക്യങ്ങൾ തന്നിട്ടുണ്ട്. ആ വാക്യങ്ങളും ക്രമം തെറ്റിച്ചാണ് തന്നിരിക്കുന്നത്. ആ വാക്യങ്ങളും ക്രമമായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറെ ചിത്രങ്ങളാണ് അല്ലെ. ആദ്യത്തെ ചിത്രം നോക്കിയൊരു നായയുടെ ചിത്രം, പിന്നെ നായയെ പ്രൊഫസർ, പിന്നെ ക്ലോക്കിന്റെ ചിത്രം, നായ ഇങ്ങനെ ഓർക്കുന്നു അല്ലെ. പിന്നെ പ്രൊഫസറിന്റെ ഭാര്യയുടെ ചിത്രമാണ് വരുന്നത്. പ്രൊഫസർ നായയെ ഓമനിക്കുന്നത്, നായയെ കൂട്ടിക്കൊണ്ടിട്ടിരിക്കുന്നത്, ആൾക്കാർ നോക്കി നിൽക്കെ പ്രൊഫസർ നായയെ ഇങ്ങനെ ഓമനിക്കുന്നത്. ഇത്രയും ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്കല്ലേ. ഏറ്റവും ആദ്യത്തെ ചിത്രം ഏതാണ്? ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് ബക്സേമേം ബന്ദ് ചോടാ ഹുവാ പില്ല. ഒരു ബോക്സില് ഉപേക്ഷിക്കപ്പെട്ട ഒരു നായ. ബക്സേമേം ബന്ദ് ചോടാ ഹുവാ പില്ല ഹാച്ചി. ഒരു ബോക്സിൽ അവനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയാണ്. ഇതാണ് ഒന്നാമത്തെ ചിത്രം. ഇതിന് നമ്മൾ 1 നമ്പർ കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ഹാച്ചിക്കോ പ്രൊഫസർ ഉടാലേത്താഹെ. ഹാച്ചിയെ പ്രൊഫസർ എടുത്തുകൊണ്ട് പോകുന്നു. നേരെ മുകളിലുള്ള ചിത്രം അല്ലെ, ഉടാലേത്താഹെ. മൂന്നാമത്തേത് ഹാച്ചി പ്രൊഫസർക്കെ പരിവാർക്കേക്ക് സദസ്യ ബൻ ജാത്താഹെ. ഹാച്ചി പ്രൊഫസറിന്റെ കുടുംബത്തിലെ ഒരു അംഗമായി തീരുന്നു. അതേത് ചിത്രമായിരിക്കണം?
തീർച്ചയായിട്ടും പ്രൊഫസറിന്റെ ഭാര്യയുടെയും കൂടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ചിത്രമായിരിക്കണം അല്ലെ, അതായിരിക്കണം മൂന്നാമത്തേത്. ഇനി നാലാമത്തേത് ഹാച്ചി കൈ ദിനോം സെ സ്റ്റേഷൻ കെ ബാഹർ പ്രൊഫസർ കെ ഇന്തസാർ മേ ലേട്ടാ ഹുവാ ഹെ. ഹാച്ചി കുറെ ദിവസങ്ങളായിട്ട് സ്റ്റേഷന്റെ പുറത്ത് പ്രൊഫസറിനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. ഏതാണ് ഇത് സമയം ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയെ സൂചിപ്പിക്കാനാണ് ക്ലോക്കിന്റെ ഇത് കൊടുത്തിരിക്കുന്നത് അല്ലെ. എന്താണ് ഹാച്ചിയുടെ മനസ്സിൽ എന്താണ് ഇങ്ങനെ കിടക്കുമ്പോൾ ഹാച്ചി കിടക്കുന്ന ചിത്രമാണ്, ക്ലോക്കിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. മനസ്സിൽ എന്താണ് പ്രൊഫസർ അവനെ ഓമനിക്കുന്ന ചിത്രമാണ് അല്ലെ. ഇതാണ് തീർച്ചയായിട്ടും നാലാമത്തെ ചിത്രം. ഇനി അഞ്ചാമത്തേത് എന്ന് പറയുന്ന പ്രൊഫസർ അവർ ഹാച്ചിക്ക് ബീച്ചുകാരിസ്ത ലോക ആശ്ചര്യ. പ്രൊഫസറും ഹാച്ചിയും തമ്മിലുള്ള ആ ഒരു ബന്ധം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോഴേ പ്രൊഫസറെ കൂട്ടിക്കൊണ്ടുവരാൻ പിന്നെ ഹാച്ചി വരുന്നതും കൂട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ടായിരിക്കും അല്ലെ. ആ ഒരു ചിത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. പ്രൊഫസർ സ്റ്റേഷനിൽ നിന്ന് വന്നിറങ്ങി ബാഗ് വെച്ചിട്ട് ഹാച്ചിയെ ഓമനിക്കുന്നു അല്ലെ. ആൾക്കാർ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഈ ഒരു ചിത്രമാണ് അഞ്ചാമതായിട്ട് വരുന്നത്. ഇനി ലാസ്റ്റ് ആറാമത്തേത് ഹാച്ചിക്ക് സ്മൃതിമേ സ്റ്റേഷൻ കെ ബാഹർ ഉസ്കി പ്രതിമ സ്ഥാപിക്കുകയെ. ഹാച്ചിയുടെ ഓർമ്മയ്ക്ക് സ്റ്റേഷനിൽ അവന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു. ഇത് കണ്ടോ, ഏറ്റവും ഒന്നാമത്തെ ചിത്രമാണ് ഏറ്റവും ലാസ്റ്റത്തേതായിട്ട് വരുന്നത് അല്ലെ. തമ്മിലൊരു കോറിലേഷൻ ഉണ്ട് അല്ലെ. ബോക്സിൽ കിട്ടുന്ന ചിത്രം ഈ കോണിലും പ്രതിമ സ്ഥാപിക്കുന്ന ചിത്രം ഈ കോണിലുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് നമ്പർ ഇടാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്പർ ഇടുവാണെങ്കിൽ ഈ ചിത്രത്തിന് 1 നമ്പർ ഇടുന്നു, ഇവിടെ നമ്മൾ 2 എന്നിടുന്നു, അതുപോലെ ഇവിടെ 3 എന്നിടുന്നു, 4 എന്ന് പറയുന്നത് ഇതിനിടുന്നു, 5 എന്ന് പറയുന്നത് ഇതിനിടുന്നു, 6 എന്ന് പറയുന്നത് ഇതിനിടുന്നു. അതിനനുസരിച്ച് ഈ വാക്യങ്ങൾ നമ്മൾ മാറ്റി എഴുതണം അല്ലേ. ഞാൻ അതിന് നമ്പർ ഇട്ട ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 1, 2, 3, 4, 5, 6 നമ്പറിട്ട് കാണിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഈ നമ്പറുകൾ ശ്രദ്ധിച്ച് കുറിച്ചെടുക്കാവുന്നതാണ്. ഇനി നോക്കൂ, അതിന് താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ക്രമം തെറ്റിയ വാക്യങ്ങളാണ്, ക്വസ്റ്റ്യനിൽ തന്നെ ഉള്ളതാണ്. ഹാച്ചി പ്രൊഫസർ കെ പരിവാർ का एक सदस्य बन जाता है, हाची को प्रोफेसर उड़ा लेता है, हाची की स्मृति में स्टेशन के बाहर उसकी प्रतिमा स्थापित की गई है, हाची कई दिनों से स्टेशन के बाहर प्रोफेसर के इंतजार में लेटा हुआ है, बक्से में बंद छोड़ा हुआ पिल्ला हाची, പ്രൊഫസർ और ഹാച്ചി के बीच का रिश्ता लोग आश्चर्य से देखते हैं. ആ ചിത്രങ്ങളുടെ കാര്യം തന്നെ വാക്യമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഈ വാക്യത്തിന് നമ്പർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതും ആൻസർ താഴെ തന്നിട്ടുണ്ട്. ഒന്നാമത് വരുന്ന ഏതാണ്? ബക്സേമേം ബന്ധിച്ചോടാഹുവ പില്ല ഹാച്ചി, ബോക്സിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന ഹാച്ചി. രണ്ടാമത്തെ ചിത്രം ഹാച്ചിക്കോ പ്രൊഫസറിലെ ഉടാലെത്താഹെ, ഹാച്ചി പ്രൊഫസർ എടുത്തോണ്ട് പോകുന്നു. മൂന്നാമത്തേത് ഹാച്ചി പ്രൊഫസർ കെ പരിവാർക്കേക്ക് സദസ്യ ബൻജാത്താഹെ, ഹാച്ചി പ്രൊഫസറിന്റെ കുടുംബത്തിലെ ഒരു അംഗമായി തീരുന്നു. നാലാമത്തേത് ഹാച്ചി കൈ ദിനാംസ സ്റ്റേഷൻ കെ ബാഹർ പ്രൊഫസർ കെ ഇന്തസാർ മേ ലേട്ടാ ഹുവാ ഹെ, ഹാച്ചി കുറെ ദിവസങ്ങളായി സ്റ്റേഷന്റെ പുറത്ത് പ്രൊഫസറെ പ്രതീക്ഷിച്ച് കിടക്കുന്നു. അഞ്ചാമത്തേത് പ്രൊഫസർ ഹാച്ചിക്ക് ബീച്ച് കാ റിശ്ത ലോക ആശ്ചര്യ സേ ദേഖ്തേ ഹെ, പ്രൊഫസറും ഹാച്ചിയും തമ്മിലുള്ള ആ ഒരു ബന്ധം ആൾക്കാര് ആശ്ചര്യത്തോടു കൂടി നോക്കുന്നു. ആറാമത്തേത് ഹാച്ചിക്ക് സ്മൃതി മേ സ്റ്റേഷൻ കെ ബാഹർ ഉസ്കി പ്രതിമ സ്ഥാപിത് കി ഗയി ഹെ, ഹാച്ചിയുടെ ഓർമ്മയ്ക്ക് സ്റ്റേഷന്റെ പുറത്ത് അവന്റെ പ്രതിമ സ്ഥാപിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ഒരു പാസേജ് തന്നിരിക്കുകയാണ്, പഠയം ഓർ പ്രശ്ന ബനായെ. ഇത് വായിച്ചിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 साल 2 साल 3 साल पूरे 9 साल और 9 महीने तक हाची ठीक उसी जगह बैठ अपने प्रोफेसर का इंतजार करता रहा, जिसे एक सुबह उसने ट्रेन में बिठाकर विदा किया था, लेकिन जो फिर कभी लौटकर नहीं आया. सर्दी गर्मी बरसात बर्फ हाची को इन सब से कोई फर्क नहीं पड़ा. बीच में कभी किसी बरस प्रोफेसर की पत्नी अपने पति की कब्र पर फूल चढ़ाने आ जाती, तब वो हाची के साथ सड़क पर बैठकर रोती रहती और शायद उस मूक जानवर के प्रेम समर्पण व प्रतीक्षा पर अजरज करती. ഇത് പുസ്തകത്തിലെ കഥയിലെ തന്നെ 2 പാരഗ്രാഫാണ് അല്ലെ. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഏതാനും ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്, ഒന്ന് വായിച്ചു തരാം. ഹാച്ചി ने कितने साल और कितने महीने तक प्रोफेसर का इंतजार किया? ഹാച്ചി എത്ര മാസം അല്ലെങ്കിൽ എത്ര വർഷം അല്ലെങ്കിൽ എത്ര മാസം പ്രൊഫസറിനെ പ്രതീക്ഷിച്ചു? ഹാച്ചി ने प्रोफेसर को आखिरी बार कहाँ और कैसे विदा किया? ഹാച്ചി പ്രൊഫസറിനെ അവസാനമായിട്ട് എവിടെ വെച്ച് എങ്ങനെയാണ് വിട നൽകിയത്?
सर्दी गर्मी बरसात और बर्फ का हाची पर क्या प्रभाव पड़ा? തണുപ്പ്, ചൂട്, മഴ, മഞ്ഞ് ഇവയൊക്കെ ഹാച്ചി എങ്ങനെയാണ് ബാധിച്ചത്? പ്രൊഫസർ की पत्नी कभी कहीं कहाँ फूल चढ़ाने आती थी? പ്രൊഫസറിന്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് എവിടെ പൂക്കൾ അർപ്പിക്കുന്നതിനാണ് വന്നിരുന്നത്? जब प्रोफेसर की पत्नी फूल चढ़ाने आती थी तब हाची क्या करता था? പ്രൊഫസറിന്റെ ഭാര്യ പൂക്കൾ അർപ്പിക്കാൻ വരുമ്പോൾ ഹാച്ചി എന്ത് ചെയ്യുകയായിരുന്നു? प्रोफेसर की पत्नी को उस मूक जानवर हाची के किस बात पर आश्चर्य होता था? പ്രൊഫസറിന്റെ ഭാര്യയ്ക്ക് ഈ നിശബ്ദനായ ജീവി ഹാച്ചിയുടെ ഏത് സ്വഭാവത്തിലാണ് ആശ്ചര്യം, അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ഏത് കാര്യത്തിലാണ് ആശ്ചര്യം ഉണ്ടായിരുന്നത്? ഇത്രയും ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇനിയും നിരവധി ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഇവയുടെ ഉത്തരങ്ങളും കൂടെ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചെഴുതാൻ ഞാൻ ചോദ്യങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് പുസ്തകത്തിലെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമൂനയ്ക്ക് അനുസാർ ഖാലി ഗോളെ ഫരെ. അവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ആ ഉദാഹരണത്തിലെ പോലെ വേറെയും കുറെ ഗോളങ്ങൾ കൊടുത്തിരിക്കുന്നു. ആ ഗോളങ്ങള് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കൂ, വഹ എന്ന് പറയുന്നത് ഒരു സർവനാമമാണ്. അവൻ, അവൾ, അത്, ഈ അർത്ഥമാണ് വഹിനുള്ളത്. അതിന്റെ കൂടെ വിഭക്തി പ്രത്യയങ്ങളായ നെ, കോ, സെ, ക, കെ, കി, മേം, പർ. നെ, കെ, പർ, കോ, സെ, കി, മേം, ക. ഇത്ര എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഓരോന്നും വഹ എന്ന് പറയുന്ന ഈ പ്രത്യയത്തിന്റെ കൂടെ ചേരുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ഉത്തരം വരുന്നത്? ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഓ പ്ലസ് മേം. അഹ പ്ലസ് മേം എന്ന് പറയുന്നത് ഉസ്മയമാണ്. അതായത് വഹും മേയും കൂടെ ചേരുമ്പോൾ അത് ഉസ് എന്നായി മാറുന്നു. അങ്ങനെയാണെങ്കിൽ വഹും കായും കൂടെ ചേരുമ്പോൾ അത് എങ്ങനെയായി മാറും? തീർച്ചയായിട്ടും ഉസ്ക, അല്ലെ? അതായത് വഹ എന്നുള്ള ആ ഒരു പ്രത്യയത്തിന്റെ കൂടെ ആ ഒരു സർവനാമത്തിന്റെ കൂടെ വിഭക്തി പ്രത്യയങ്ങൾ ചേരുമ്പോൾ അത് ഉസ് എന്നായിട്ട് രൂപഭേദം വരുന്നു. വഹു പ്ലസ് നെ ഉസ്നെ, വഹു പ്ലസ് കെ ഉസ്കെ, വഹു പ്ലസ് പർ ഉസ്പർ, വഹു പ്ലസ് കോ ഉസ്കോ, വഹു പ്ലസ് സെ ഉസുസെ, വഹു പ്ലസ് കി ഉസ്കി. ഇങ്ങനെയാണ് ആൻസർ വരേണ്ടത്. ഞാൻ ആൻസർ തന്നിട്ടുണ്ട്, നോക്കൂ. എല്ലാം ഉസ് ചേർത്തായിട്ട് മാറിയിരിക്കുന്നു. വഹ എന്ന് പറയുന്ന സർവനാമത്തിന്റെ കൂടെ വിഭക്തി പ്രത്യയം ചേരുമ്പോൾ അത് ഉസ് എന്നായി മാറും. ഇനി അത് ഒരു ചാർട്ട് രൂപത്തിലും കൂടെ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടാണ്. നന്നായിട്ട് മനഃപ്പാടമാക്കി ഇത് പഠിക്കണം. ഇത് 1 മാർക്കിന് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇതിലേതെങ്കിലും ഒരു ഭാഗം ഓ കഴിഞ്ഞിട്ട് പ്ലസ് ഇട്ടിട്ട് ഇവിടെ ഡാഷ് ഇടും, എന്നിട്ട് ഉസ്നെ എന്ന് വരും. അപ്പൊ ഇവിടെ നേ ആണ് ചേർക്കേണ്ടത്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഓ പ്ലസ് ഡാഷ് ഇവിടെ കോ എന്ന് തരില്ല, ഉസ്കോ എന്ന് വരുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ കോ ആണ് ചേർക്കേണ്ടതെന്ന് അറിയണം. അല്ലെങ്കിൽ ഓ പ്ലസ് കോ ഇവിടെ സമം ഇട്ടിട്ട് ഡാഷ് വരും, അപ്പൊ ഉസ്കോ ആണെന്ന് നിങ്ങൾ അറിയണം. അങ്ങനെ അറിയണമെങ്കിൽ ഇത് നന്നായിട്ട് ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കണം. ഞാനൊന്ന് വായിച്ചു തരാം. ओ प्लस ने उसने, ओ प्लस को उसको, ओ प्लस से उससे, ओ प्लस का उसका, ओ प्लस के उसके, ओ प्लस की उसकी, ओ प्लस में उसमें, ओ प्लस पर उस पर, ओ प्लस के लिए उसके लिए. സർവനാമം വിഭക്തിയും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. അതുപോലെ വേറെ സർവനാമങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഇത് മാത്രം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇത് മാത്രം തരുന്നത്. നമുക്ക് പുസ്തകത്തിലെ അടുത്ത ചോദ്യം നോക്കാം. നമൂനയ്ക്ക് അനുസാർ കഹാനിക്ക് ശബ്ദയുഗ്മോ ചുൻകർ ലിഖെ. കഥയിൽ കുറെ വാക്കുകള് യുഗ്മങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 വാക്കുകൾ ചേർന്ന് ഒരേ അർത്ഥം വരുന്ന 2 വാക്കുകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സംഘ് സാത്ത്, രണ്ടിന്റെ അർത്ഥം കൂടെ എന്നുള്ളതാണ്. അപ്പൊ അത് രണ്ടുകൂടെ ഒന്നിച്ച് സംഘ് സാത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ട്രോങ്നെസ് കാണിക്കാനായിട്ടാണ്. അതുപോലെയുള്ള വാക്യങ്ങള്, ശബ്ദയുഗ്മങ്ങള് ഈ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സംഘ് സാത്ത്, സാത്ത് സാത്ത്, ഉച്ചലത്തെ പുലത്തെ, ഖേൽത്തെ ടഹൽത്തെ, ഉച്ചക് ഉച്ചക്കർ, ബൈഠേ ബൈഠേ. ഇത്ര തന്നെയാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. വേറെയും കാണുമായിരിക്കാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഏകാന്തര ശബ്ദയ്ക്ക് വിശേഷത പഹചാനെ. അടിയിൽ വരയിട്ട വാക്കിന്റെ പ്രത്യേകതകളെ തിരിച്ചറിയുക. ശാന്താർ പില്ല. പില്ല എന്ന് പറഞ്ഞാൽ നായ്ക്കുട്ടി എന്നാണ്. എങ്ങനെയുള്ള നായ്ക്കുട്ടിയാണ്? ശാന്താർ. ശാന്താർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? നല്ല ഫേമസ് ആയിട്ടുള്ള ഇനമാണ് അവന്റെ, അല്ലേ? ആ ഒരു അർത്ഥത്തിലാണ് ശാന്താർ പില്ല. നല്ല കൊഴുപ്പുള്ള അല്ലെങ്കിൽ അഴകുള്ള, സൗന്ദര്യമുള്ള, നല്ല ഇനത്തിൽപ്പെട്ട എന്നൊക്കെ നമുക്ക് വിവക്ഷിക്കാം ശാന്താർ എന്ന അർത്ഥം കൊണ്ട്. ശാന്താർ പില്ല. निम्नलिखित प्रत्येक शब्द का प्रयोग किन किन शब्दों की विशेषता सूचित करने के लिए किया गया है? कहानी से ढूंढ कर लिखे.
ഈ സാൻഡാർ പില്ല എന്ന് പറയുന്ന പോലെ, അതായത് പില്ല നായ്ക്കുട്ടിയെ വിശേഷിപ്പിക്കാനായിട്ടാണ് സാൻഡാർ അല്ലെങ്കിൽ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെയുള്ള വാക്കുകള് വേറെയും ഈ കഥയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏത് വാക്കുകളെ വിശേഷിപ്പിക്കാനായിട്ടാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ശാന്താർ എന്ന വാക്കിന്റെ അർത്ഥം മേൽത്തരം എന്നാണെന്ന് നിങ്ങൾക്കറിയാലോ. മേൽത്തരം നായ്ക്കുട്ടി. ഇവിടെ മസ്ബൂർ ബഹുത് അധികം, റോസ് എന്ന് പറഞ്ഞാൽ ഡെയിലി, ഖുല്ലി എന്ന് പറഞ്ഞാൽ ഓപ്പൺ തുറന്നത്, ഗഹരി എന്ന് പറഞ്ഞാൽ ആഴമേറിയ, മൂക്ക് എന്ന് പറഞ്ഞാൽ നിശബ്ദനായ. അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ കഥയിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ട്. മസ്ബൂർ ഹാലത്ത്. ഹാലത്ത് എന്ന് പറഞ്ഞാൽ അവസ്ഥ, നിസ്സഹായ അവസ്ഥ എന്നുള്ളതാണ് മസ്ബൂർ ഹാലത്ത് എന്ന് പറഞ്ഞാല്. അജീബ്, കഥയില് ബഹുത്ത് എന്ന വാക്ക് അജീബ് എന്ന വാക്കിന്റെ മുമ്പാണ് വിശേഷണമായിട്ട് വന്നിരിക്കുന്നത്. അജീബ് എന്ന് പറഞ്ഞാൽ വിചിത്രം എന്നുള്ള അർത്ഥത്തിലാണ്. റോസ് സുബഹ്, റോസ് എന്ന് പറഞ്ഞാൽ ദിവസവും എന്നാണ്, സുബഹ എന്ന് പറഞ്ഞാൽ രാവിലെ, ദിവസവും രാവിലെ എന്നുള്ള അർത്ഥത്തിലാണ്. കുലി ആങ്ക്, തുറന്ന കണ്ണ്, അവസാന ഹാച്ചിയെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് അല്ലെ. കുലി ആങ്ക്, തുറന്ന കണ്ണ്. ഗഹരി ദോസ്തി, ആഴമേറിയ ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് എന്ന വാക്കിനെ വിശേഷിപ്പിക്കാനാണ് ഗഹരി, ആഴമേറിയ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മൂക്ക് ജാൻബർ, ജാൻബർ എന്ന് പറഞ്ഞാൽ മൃഗം, മൃഗം എന്ന വാക്കിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നതാണ് മൂക്ക്, മുഖമായ. അതായത് ഹാച്ചി അവിടെ മൂകനായിട്ടാണ് ഇത്രയും നാളുകൾ ഇരുന്നിരുന്നത് അല്ലെ. അതിനെ സൂചിപ്പിക്കാനാണ് മൂക്ക് ജാൻബർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത एक्सरसाइज वरा। वाक्य पढ़े, वाक्य के अन्य शब्दों के साथ रेखांकित शब्द का संबंध पहचाने। मालिक मानने लगा, बर्फ गिरने लगी। मालिक मानने लगा, ഉടമസ്ഥൻ അംഗീകരിക്കാൻ തുടങ്ങി। ബർഫ് ഗിർനെ ലഗി, മഞ്ഞ് വീഴാൻ തുടങ്ങി। ഇവിടെ നോക്കൂ, ലഗ ലഗി, ഒരെണ്ണം പുല്ലിംഗ ഏകവചനം, ഒരെണ്ണം സ്ത്രീലിംഗ ഏകവചനം അല്ലെ। രണ്ടിന്റെയും മുഖ്യക്രിയകൾ എന്ന് പറയുന്നത് മാനന, ഗിർന ഇവയാണ്. ആ മുഖ്യക്രിയ അവസാനിച്ചിരിക്കുന്നത് നേ എന്ന വാക്കിലാണ് അല്ലെ, മാനനെ ഗിർനെ। ലഗ എന്ന് പറയുന്നത് ഒരു സഹായക ക്രിയയാണ്, അതെപ്പോഴും ഒരു മുഖ്യക്രിയയുടെ കൂടെ ഉപയോഗിക്കുള്ളൂ. അപ്പൊ ഈ സഹായക മുഖ്യക്രിയയുടെ കൂടെ വരുമ്പോൾ മുഖ്യക്രിയയുടെ ക്രിയ എപ്പോഴും അവസാനിക്കുന്നത് നേയിലായിരിക്കും. ഇവിടെ തന്നെ കണ്ടോ, മാനിനെ ലഗ, ഗിർനെ ലഗി എന്ന് മാത്രമല്ല, ഈ ലഗ ലഗേ ലഗി എന്ന വാക്കുകൾ വരുന്നത് ഈ കർത്താവിനനുസരിച്ചാണ്, വാക്യത്തിലെ കർത്താവിനനുസരിച്ചാണ്. വാക്യത്തിലെ കർത്താവ് പുല്ലിംഗ ഏകവചനം, ഇവിടെ മാലിക് എന്നുള്ളത് പുല്ലിംഗ ഏകവചനം ആയതുകൊണ്ടാണ് ലഗ. ബർഫ് എന്ന് പറയുന്ന സ്ത്രീലിംഗ ഏകവചനം ആയതുകൊണ്ടാണ് ലഗി. തുടർന്നുള്ള ഉദാഹരണങ്ങൾ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ലഗ് ജോഡ്കർ വാക്യയിലേക്ക്, ലഗ് ചേർത്ത് വാക്യം എഴുതുക. ലഡ്ക ദേഖിനെ, ആൺകുട്ടി പുല്ലിംഗ ഏകവചനമാണ് അല്ലെ. എല്ലാത്തിനും ദേഖന എന്നുള്ള ക്രിയയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ദേഖന എന്ന് പറയുന്നത് ദേഖന എന്ന് എഴുതിയാലും ലഗ് ചേർക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ദേഖന എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ലഡ്ക ദേഖിനെ, ലഡ്ക പുല്ലിംഗ ഏകവചനം ആയതുകൊണ്ട് ലഗ, ലഡ്ക ദേഖിനെ ലഗ. ലഡ്കി ദേഖിനെ ലഗി, സ്ത്രീലിംഗ ഏകവചനം. ലഡ്കെ ദേഖിനെ ലഗെ, പുല്ലിംഗം ബഹുവചനം. ലഡ്കിയാം ദേഖിനെ ലഗീം, സ്ത്രീലിംഗം ബഹുവചനം. ഇങ്ങനെയാണ് ആൻസർ. ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. लड़का देखने लगा, लड़की देखने लगी, लड़के देखने लगे, लड़कियां देखने लगी. ഒരു കോളമായിട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. लड़का देखने लगा, लड़के देखने लगे, लड़की देखने लगी, लड़कियां देखने लगी. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി അതിന്റെ ഒരു വിശദീകരണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ലഘു ഒരു സഹായക്രിയയാണ്, ഒരു മുഖ്യക്രിയയുടെ കൂടെയാണ് ലഘു ഉപയോഗിക്കുന്നത്. ഒരു പ്രവൃത്തിയുടെ ആരംഭം സൂചിപ്പിക്കാനാണ് ലഘു ഉപയോഗിക്കുന്നത്. ലഘു വാക്യത്തിൽ ഉപയോഗിക്കുമ്പോൾ കർത്താവിന്റെ ലിംഗവചനങ്ങൾക്ക് അനുസരിച്ച് ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ പുല്ലിംഗം ഏകവചനത്തിൽ ലഗ എന്നും, പുല്ലിംഗം ബഹുവചനത്തിൽ ലഗയെന്നും, സ്ത്രീലിംഗം ഏകവചനത്തിൽ ലഗി എന്നും, സ്ത്രീലിംഗം ബഹുവചനത്തിൽ ലഗീം എന്നും ഉപയോഗിക്കണം. ഇത് കർത്താവിനനുസരിച്ചാണ് ലഗ, ലഗെ, ലഗി, ലഗീം ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. समय के साथ हाची बूढ़ा हो गया, लेकिन उसे इंतजार करना नहीं छोड़ा। 1935 में उसी जगह बैठे बैठे उसने दम तोड़ दिया। उस समय बर्फ गिर रही थी, मरे हुए हाची की खुली आंखों को जैसे अब भी इंतजार था. ഇത് കഥയുടെ അവസാനത്തെ ഭാഗമാണ് അല്ലെ. प्रोफेसर यूएनए को इंतजार में बैठे बैठे 1935 में हाची ने दम तोड़ दिया. इस पर समाचार तैयार करे.
പ്രൊഫസർ യുഎനയെ പ്രതീക്ഷിച്ചിരുന്നിരുന്ന് 1935 ഹാത്തി മരിച്ചു. ഇതിനെക്കുറിച്ച് ഒരു വാർത്ത തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അന്നത്തെ പത്രത്തില് ഇതിനെക്കുറിച്ചൊരു വാർത്ത വരുവാണെങ്കിൽ എങ്ങനെയിരിക്കും? ഞാൻ ആ വാർത്ത നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അല്പം നീണ്ടതാണ്, ഇത് കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. വാർത്ത എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി മാത്രം ഇട്ടിരിക്കുന്നതാണ്. വാർത്ത തയ്യാറാക്കുമ്പോൾ അതിനൊരു ഹെഡിങ് കൊടുക്കണം, അതിന്റെ തീയതി സമയമൊക്കെ വേണം അല്ലേ. ഞാൻ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, 8 മാർച്ച് 1935. ശീർഷകം കൊടുത്തിരിക്കുന്ന വഫാദാരി കാ പ്രതീക് ഹാച്ചി അബ് നഹീ രഹാ, വിശ്വസ്തയുടെ പ്രതീകമായ ഹാച്ചി ഇനിയില്ല. വർഷം തക് അപ്നെ മാലിക് കാ കിയാ ഇന്തസാർ, വർഷങ്ങളോളം ഉടമസ്ഥനെ പ്രതീക്ഷിച്ച് ഇരുന്നു. ഇതാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഇനി വാർത്ത ആയതുകൊണ്ടാണ് 2 കോളങ്ങളാക്കി കൊടുത്തിരിക്കുന്നത്. സ്ഥലപ്പേര് കൊടുക്കണം വാർത്തയില്. टोक्यो എന്ന് ഞാൻ കൊടുത്തിരിക്കുന്നു. टोक्यो के बेडरिड्ज स्टेशन पर पिछले कई वर्षों से अपने दिवंगत मालिक प्रोफेसर यूएनए का बेसब्री से इंतजार कर रहे अगीता नस्ल के प्रसिद्ध कुत्ते हाची का आज सुबह निधन हो गया. लगभग 10 बजे बेडरिड्ज स्टेशन के पास हाची को मृत पाया गया, जिससे पूरे टोक्यो में शोक की लहर दौड़ गई है. हाची, जिसे उसकी अटूट वफादारी के लिए जाना जाता था, प्रोफेसर यूएनए की मृत्यु के बाद भी हर दिन स्टेशन पर उनके लौटने का इंतजार करता रहा. 1925 में प्रोफेसर यूएनए के आकस्मिक निधन के बाद हाची ने लगभग 10 वर्ष तक अपनी यह दिनचर्या जारी रखी. चाहे धूप हो या बर्फबारी, हाची हमेशा अपनी निर्धारित जगह पर बैठकर अपने मालिक की ट्रेन आने का इंतजार करता था. स्थानीय विक्रेताओं और यात्रियों ने उसे खाना और पानी दिया और उसकी कहानी पूरे जापान में फैल गई थी, जिससे वह वफादारी और प्रेम का एक राष्ट्रीय प्रतीक बन गया था. आज सुबह जब हाची नहीं मुड़ा तो लोगों ने महसूस किया कि उनके प्यारे दोस्त ने दम तोड़ दिया है. विशेषज्ञों का मानना है कि बुढ़ापे और वर्षों तक के इंतजार ने उसके स्वास्थ्य को प्रभावित किया होगा. हाची की मृत्यु के बाद स्टेशन पर एक उदासी छा गई है. हाची भले ही शारीरिक रूप से हमारे बीच न हो, लेकिन उसकी अविस्मरणीय वफादारी की कहानी हमेशा हमारे दिलों में जीवित रहेगी और आने वाली पीढ़ियों को प्रेरित करती रहेगी. നിങ്ങൾക്കത് മനസ്സിലാകാനായിട്ട് ഞാൻ എൻ്റെ ഒരു ചെറിയ മലയാളം കൂടെ കൊടുത്തിട്ടുണ്ട്. ഹെഡിങ് ഒക്കെ നിങ്ങൾ തന്നെ കൊടുക്കുന്നു. ടോക്കിയോ വാർത്ത മാർച്ച് 8, 1935. വിശ്വസ്തതയുടെ പ്രതീകം ഹാച്ചി യാത്രയായി വർഷങ്ങളോളം ഉടമയെ കാത്തിരുന്നു. ടോക്കിയോയിലെ ബെഡ്രിഡ്ജ് സ്റ്റേഷനിൽ വർഷങ്ങളോളം തന്റെ അന്തരിച്ച ഉടമ പ്രൊഫസർ യുഎനയെ കാത്തിരുന്ന പ്രശസ്ത അകിത നായയായ ഹാച്ചി ഇന്ന് രാവിലെ അന്തരിച്ചു. രാവിലെ ഏകദേശം 10 മണിയോടെ ബെഡ്രിഡ്ജ് സ്റ്റേഷന് സമീപം ഹാച്ചിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇത് ടോക്കിയോയിലുടനീളം ദുഃഖത്തിന്റെ തിരമാലകൾക്ക് കാരണമായി. അചഞ്ചലമായ വിശ്വസ്തതയ്ക്ക് പേരുകേട്ട ഹാച്ചി പ്രൊഫസർ യുഎനയുടെ മരണശേഷവും എല്ലാ ദിവസവും സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി കാത്തിരുന്നു. 1925 പ്രൊഫസർ യുഎനയുടെ ആകസ്മിക മരണശേഷം ഏകദേശം 10 വർഷത്തോളം ഹാച്ചി ദിനചര്യ തുടർന്നു. വെയിലായാലും മഞ്ഞുവീഴ്ചയായാലും ഹാച്ചി എപ്പോഴും തന്റെ നിശ്ചിത സ്ഥലത്തിരുന്ന് ഉടമയുടെ ട്രെയിൻ വരുന്നതും കാത്തിരുന്നു. പ്രാദേശിക കച്ചവടക്കാരും യാത്രക്കാരും അവന് ഭക്ഷണവും വെള്ളവും നൽകി. അവന്റെ കഥ ജപ്പാനിൽ ഉടനീളം വ്യാപിച്ചു. അങ്ങനെ അവൻ വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെയും ഒരു ദേശീയ പ്രതീകമായി മാറി. ഇന്ന് രാവിലെ ഹാച്ചി എഴുന്നേൽക്കാതിരുന്നപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് വിടവാങ്ങിയെന്ന് ആളുകൾക്ക് മനസ്സിലായി. വാർദ്ധക്യവും വർഷങ്ങളുടെ കാത്തിരിപ്പും അവന്റെ ആരോഗ്യത്തെ ബാധിച്ചിരിക്കാമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഹാച്ചിയുടെ മരണശേഷം ബെഡ്രിഡ്ജ് സ്റ്റേഷനിൽ ഒരുതരം സങ്കടം തളം കെട്ടിയിരിക്കുകയാണ്. ഹാച്ചി ശാരീരികമായി നമ്മളോടൊപ്പം ഇല്ലായിരിക്കാം, പക്ഷേ അവന്റെ അവിശ്വസനീയമായ വിശ്വസ്തതയുടെ കഥ നമ്മുടെ ഹൃദയങ്ങളിൽ എന്നെന്നും ജീവിക്കുകയും വരും തലമുറകൾക്ക് പ്രചോദനമാവുകയും ചെയ്യും. ഇനി അനുബന്ധകാരിയായിട്ട് തന്നിരിക്കുന്ന ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. मानव और पशु पक्षी अटूट संबंध रखते हैं, इस पर अपना कोई अनुभव लिखे. മനുഷ്യരും പക്ഷിമൃഗാദികളും തമ്മിൽ വളരെ ശക്തമായ ഒരു ബന്ധമുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു അനുഭവം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ എസ്സേ എഴുതാനും ചോദിക്കാൻ സാധ്യതയുണ്ട് പരീക്ഷയ്ക്ക് കേട്ടോ.
അനുഭവം എഴുതാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാനിവിടെ അനുഭവമാണ് തന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു എസ്സേയും പരീക്ഷയ്ക്ക് പ്രതീക്ഷിച്ചുകൊള്ളുക. എസ്സേ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാനത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. मानव और पशु पक्षी का अटूट संबंध। मानव और पशु के बीच अटूट संबंध होते हैं. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ പൊട്ടിപ്പോകാനാവാത്ത ബന്ധമുണ്ട്. മേരെ പടോസ് മേ ഭി ഐസ ഏക് അനുഭവ് ഹെ. എന്റെ അയൽപക്കത്തും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. പടോസ് വാലെ ഭയ്യ കെ ഘർ മേ ദോ ബില്ലിയാം രഹത്തി ഥി. എന്റെ സമീപത്ത് താമസിക്കുന്ന സഹോദരന്റെ വീട്ടിൽ 2 പൂച്ചകൾ ഉണ്ടായിരുന്നു. ചൂങ്കി ഭയ്യ അപ്നെ ഘർ മേ രഖർഖാവ് കെ കാരണം ദൂസരെ ഘർ മേ രഹ് രഹേ ഥേ. സഹോദരൻ അവന്റെ വീട്ടിൽ കുറച്ച് മരാമത്ത് പണികൾ ഉള്ളത് കാരണം കൊണ്ട് വേറൊരു വീട്ടിലേക്ക് താമസം മാറിയിരുന്നു. തോ വേ ബില്ലിയാം ഹമാരെ ഹമേശ മേരെ പാസ് ആത്തി ഥി. അപ്പോൾ ആ പൂച്ചകൾ എപ്പോഴും എന്റെ അടുത്ത് വരുമായിരുന്നു. ഓർ മേ ഉനേം ഖാനാ ദേത്തി ഥി. ഞാൻ അവയ്ക്ക് ഭക്ഷണവും കൊടുക്കുമായിരുന്നു. मेरी छोटी बेटी भी उन्हें खाना खिलाने में मदद करती थी. എന്റെ കൊച്ചുമകളും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ സഹായം തരുമായിരുന്നു. जब उनके मालिक आते और उनकी गाड़ी की आवाज सुनते तो ये बिल्लियां तुरंत हमारे घर से चली जाती थी. ഭക്ഷണം കൊടുക്കുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും അവന്റെ അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥൻ വരുന്ന ആ ഒരു സ്വരം, അതായത് അയാള് സ്കൂട്ടറിൽ വരുന്ന ആ ഒരു സ്വരം കേൾക്കുമ്പോൾ മാലിക് ആത്തവർ എനിക്ക് ഗാഡിക്ക് ആവാസ്, അദ്ദേഹത്തിന്റെ വണ്ടിയുടെ സ്വരം കേൾക്കുമ്പോൾ തന്നെ ഈ ബില്ലിയാം തുരന്ത് ഹമാരെ കർസെ ചലി ജാത്തി ഥി. ഈ 2 പൂച്ചകളും വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് ഓടിപ്പോകാറുണ്ടായിരുന്നു. ये देखकर मैं हैरान थी कि सड़क पर और भी गाड़ियां होती थी लेकिन वे सिर्फ अपने मालिक की गाड़ी की आवाज पहचान लेती थी. ഇത് കാണുമ്പോൾ ഞാൻ അതിശയിക്കുമായിരുന്നു. എന്താണ് കാരണം? സടക് पर और भी गाड़ियां होती थी. വഴിയിൽ എത്രയോ വണ്ടികൾ ഓടുന്നുണ്ടല്ലേ, പക്ഷെ അന്നേരം ഒന്നും ഈ പൂച്ചകള് പോകുന്നില്ല. ലേക്കിൻ വേ സിർഫ് അപ്നെ മാലിക് കി ഗാഡി കി ആവാസ് പഹചാൻ ലേത്തി थी. പക്ഷെ അവരുടെ ഉടമസ്ഥന്റെ വണ്ടി വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവര് കൃത്യമായിട്ടത് തിരിച്ചറിഞ്ഞിരുന്നു. 2 പേരും അവരുടെ വീട്ടിലേക്ക് ഓടിപ്പോവുകയും ചെയ്യുമായിരുന്നു. ഇത് ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ് എനിക്ക്. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ കാണുമല്ലോ. അപ്പൊ നിങ്ങൾ ഈ മോഡൽ അനുസരിച്ച് നിങ്ങളുടെ അനുഭവം എഴുതുക. പരീക്ഷയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു അനുഭവം എഴുതാനായിരിക്കില്ല ചോദിക്കുന്നത്. മാനവ് ഓർ പശുപക്ഷി കാർട്ടൂൺ സംബന്ധ വിഷയ पर एक उपन्यास तैयार करो എന്നായിരിക്കും ചോദ്യം. ഒരു ഉപന്യാസം തയ്യാറാക്കാനും നിങ്ങൾ പഠിച്ചോളുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കമന്റ് ചെയ്യുക. ഞാനത് നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടുതരാം. പ്രിയ കുട്ടികളെ, ഹാച്ചി കഥയിലെ ഏതാണ്ട് എല്ലാ ചോദ്യങ്ങളും തന്നെ തീർന്നിരിക്കുകയാണ്. വേർഡ് മീനിങ്ങും തന്നു, ക്വസ്റ്റ്യൻ ആൻസറും എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് വേണ്ടി ഇനി ഒരേ ഒരു പാഠം അവശേഷിച്ചിട്ടുള്ളൂ. അത് ഉടൻ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ചോദ്യോത്തരങ്ങളൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മലയാളവും കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ചെറുതാക്കി പഠിക്കാനായിട്ട് നിങ്ങളുടെ അധ്യാപകരുടെ സഹായത്തോടു കൂടി അത് ചെറുതാക്കി പഠിക്കാനും കൂടെ ശ്രദ്ധിക്കുക. താങ്ക് യു ഓൾ. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോട് അത് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ പറയുക. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി. നിങ്ങളുടെ മേൽക്കുട്ടി ടീച്ചർ. താങ്ക് യു ഓൾ. हर दिन नए सपने हम संग